15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തിയത്. എന്നാൽ അതിനു മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസ് ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ഡച്ചുകാരാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം തിരിച്ചുപോയ വിദേശികളും പോർച്ചുഗീസുകാർ തന്നെയാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസ്. കാപ്യ എന്ന പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലമാണ് കോഴിക്കോടെ കാപ്പാട്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കലൈക്കുറ്റ് എന്നാണ്. പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല, കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന അറബികളുടെയും ചൈനക്കാരുടെയും വ്യാപാര കുത്തക അവസാനിപ്പിക്കുക, എന്നിട്ടവരെ തങ്ങളാൽ റീപ്ലേസ് ചെയ്യുക എന്നത്. വാസ്കോഡ ഗാമയാണ് കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ. ലിസ്ബണിൽ നിന്ന് 1497 വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചു. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന് തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് സർദാർ KM പണിക്കർ. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൽഹോ. മാനുവൽ രാജാവിൻ്റെ പ്രചോദനത്താൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്താൻ ശ്രമിക്കുകയും 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി. വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളും പാരമ്പര്യാനുസൃതമായ ആതിഥേയ മര്യാദയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. തങ്ങളുടെ ചരക്കുകൾ സൂക്ഷിക്കാൻ തൻ്റെ അനുയായികളിൽ ഒരു സംഘത്തെ കോഴിക്കോട് നിർത്താൻ അനുവദിക്കണമെന്ന വാസ്കോഡ ഗാമയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിച്ചു. തുടർന്ന് വാസ്കോഡ ഗാമ കോഴിക്കോട് വിടുകയും യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിലിറങ്ങി.